വണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉടമ തൊഴിലാളി അംശാദായ വിഹിതം സംബന്ധിച്ചുള്ള വിവരം. ക്ഷേമനിധി വിഹിതം തൊഴിലുടമയും തൊഴിലാളിയും പ്രത്യേകമായി അടവാക്കേണ്ടതാണ്. തന്മാസത്തെ വിഹിതം തൊട്ടടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പായി അടവാക്കേണ്ടതാണ്. വാഹന ഇനം സ്റ്റേജ് കാരേജ് ഹെവി ബസ് 3 തൊഴിലാളി. തൊഴിലുടമ വിഹിതം 1260 രൂപ, തൊഴിലാളി വിഹിതം 180 രൂപ. സ്റ്റേജ് കാരേജ് ലൈറ്റ് ആൻഡ് മീഡിയം ബസ് 2 തൊഴിലാളി, 840 രൂപ തൊഴിലുടമ വിഹിതവും 180 രൂപ തൊഴിലാളി വിഹിതവും. കോൺട്രാക്ട് കാരേജ് ആൻഡ് ലക്ഷറി ബസ് 2 തൊഴിലാളി, 840 രൂപ തൊഴിലുടമ വിഹിതവും 180 രൂപ തൊഴിലാളി വിഹിതവും. ടേബിൾ 2 ഗുഡ്സ് വെഹിക്കിൾ ഹെവി ആൻഡ് മീഡിയം 2 തൊഴിലാളി, തൊഴിലുടമ വിഹിതം 450 രൂപ, തൊഴിലാളി വിഹിതം 120 രൂപ. ലൈറ്റ് 1 തൊഴിലാളി, 240 രൂപ തൊഴിലുടമ വിഹിതം, 120 രൂപ തൊഴിലാളി വിഹിതം. ടേബിൾ 3 ഒമ്നി വാൻ, ക്വാളിസ്, ടെമ്പോ ട്രാവലർ, ടാക്സി ക്യാബ് തുടങ്ങിയവ 1 തൊഴിലാളി, തൊഴിലുടമ വിഹിതം 120 രൂപ, തൊഴിലാളി വിഹിതം 60 രൂപ. ടേബിൾ 4 ഓട്ടോറിക്ഷ, ട്രാക്ടർ, ടില്ലർ 1 തൊഴിലാളി, തൊഴിലുടമ വിഹിതം 60 രൂപ, തൊഴിലാളി വിഹിതം 60 രൂപ. തൊഴിലാളി വിഹിതം അടവാകുന്ന മാസങ്ങളാണ് സർവീസായി പരിഗണിക്കുന്നതും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പരിഗണിക്കുന്നത്. മറ്റുള്ളവരുടെ വാഹനം ഓടിക്കുന്നവർ തൊഴിലാളി വിഹിതവും സ്വന്തം വാഹനം ഓടിക്കുന്നവർ തൊഴിലാളി വിഹിതവും തൊഴിലുടമ വിഹിതവും അടയ്ക്കണം. ഉടമ വിഹിതം ടാക്സ് അടയ്ക്കണമെങ്കിൽ ആവശ്യമാണ്. റീഫണ്ട് സമയം തൊഴിലാളി അടച്ച മുഴുവൻ തുകയും ഉടമാവിഹിതത്തിൻ്റെ ഒരു ഭാഗവും തൊഴിലാളിക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ക്ഷേമനിധി വിഹിതം കൃത്യമായി അടച്ചാൽ നിങ്ങൾക്ക് പെൻഷനും കുട്ടികൾക്ക് സ്കോളർഷിപ്പും പിന്നെ ചികിത്സാ അപകട ധനസഹായവും വിവാഹ ധനസഹായവും മരണാനന്തര ധനസഹായവും ഇനി ശവസംസ്കാര ചടങ്ങിനുള്ള ധനസഹായവും ഒക്കെ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത വീഡിയോകളിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 8 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നാളെ തന്നെ ക്ഷേമനിധിയിൽ ചേർന്ന് എല്ലാ മാസവും കൃത്യമായ വിഹിതം അടച്ച് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. ഓൾ ദി ബെസ്റ്റ്.